അപ്പം ഇന്ന് പൂമോള ഉപ്പുമാവാണ് ഗൈസ്. അപ്പോൾ അതിക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വെല്ലുള്ളി, കറിവേപ്പില. ശരിയായ ഞമ്മക്ക് തിന്നാം, കൊളായ ആടുകൾക്ക് ഇട്ട് കൊടുക്കാം എന്ന നിയത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓളുണ്ടാക്കുമ്പോൾ പിന്നെ ശരിയാവാതിരിക്കൂല. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചാൽ പോരാ, ചട്ടി കത്തിച്ചണം. എന്നിട്ട് ചട്ടി ചൂടായ നമ്മൾ നല്ലോണം നെയ്യ് പാരണം. നെയ്യ് പാർന്നതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കണം. കടുവറ കടുവറ കടുവറ. അത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഈ അരിഞ്ഞ് വെച്ചതൊക്കെ ഫുൾ ഇടണം. പിന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കണം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഞങ്ങളുടെ മറവി കാരണം ഞങ്ങൾ മറന്നു പോയി. പിന്നെ നല്ലോണം ഇളക്കി മറിച്ചണം. പിന്നെ ഓള് വെളിച്ചെണ്ണയാണ് പാരുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ലിറ്ററിന് 500 റുപ്യ കേട്ടോ, കുറച്ച് 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 കുറച്ച്. അപ്പോൾ എന്നോട് ഞങ്ങൾക്ക് പിന്നെ എണ്ണ വാങ്ങൽ കുറവാട്ടോ, ഇവിടെ തന്നെ ആട്ടലാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്നാലും ഞങ്ങളോട് കുറച്ചെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ തോന ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ റവ ഇടണം. റവ ഇട്ടിട്ട് നല്ലോണം വറുക്കണം. നല്ല ബ്രൗൺ കളറാവണം. പിന്നെ അത് ഏകദേശമൊക്കെ വറുത്തിട്ടും മഞ്ഞ കളറാവാത്തതുകൊണ്ട് ഓളൊരു ഐഡിയ പ്രയോഗിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൾ ഉപ്പിട്ടു. ഞങ്ങൾ ഉപ്പിടാൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്ന്. മഞ്ഞ കളറാവാത്തതുകൊണ്ട് ഓൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഞങ്ങളുടെ കളി അങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ച് തന്നെ. ഇതാണെങ്കിൽ വെന്തിട്ട് വേണം അപ്പം തന്നെ ചൂട് കൊടുക്കാൻ തിന്നാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം തന്നെ നിൽക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിച്ച് അത് വേഗം തിളപ്പിച്ച് വേവിപ്പിച്ച് പറഞ്ഞില്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ തീരെ സബോറില്ല, അല്ലെങ്കിൽ തന്നെ ഒരു പൊറുതേടാണിച്ച്. പിന്നെ ഓളുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേറെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വേഗം വിളമ്പി തിന്നു.